കഴിഞ്ഞൊരു 3 മാസമായിട്ട് ഞാനിപ്പോൾ ജിയോയുടെ എയർ ഫൈബറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ 3 മാസത്തെ എൻ്റെ യൂസർ എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതിൽ 590ൻ്റെ പ്ലാനായിരുന്നു ഞാൻ എടുത്തിരുന്നത്. 30 MB ആണ് സ്പീഡ് വരുന്നത്. പിന്നെ ഓൾമോസ്റ്റ് എല്ലാ ടി വി ചാനലും വരുന്നുണ്ട്. OTT ആണെങ്കിൽ ഹോട്ട്സ്റ്റാർ, ജിയോ, സോണി ലൈവ്, C5, ഡിസ്കവറി പ്ലസ്, അങ്ങനെയുള്ള ഒരുവിധം OTT ചാനൽസ് എല്ലാം വരുന്നുണ്ട്. നെറ്റ്ഫ്ലിക്സും ആമസോണും ഈ പ്ലാനിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. ഇങ്ങനെയായിരുന്നു ഞാനെടുത്ത പ്ലാന്. അപ്പോൾ ഈ 590ൻ്റെ പ്ലാൻ എന്ന് പറയുമ്പോൾ അതിൽ ടാക്സ് അടക്കം 707 രൂപയാണ് നമുക്ക് ചാർജ് വരുന്നത്. ഈ 707 3 മാസത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ ചാർജായ 2121 രൂപ നമ്മൾ അഡ്വാൻസ് ആയിട്ട് പേ ചെയ്യുകയാണെങ്കിൽ മറ്റ് എന്താ പറയുക അതിൻ്റെ ഫിറ്റിംഗ് ചാർജോ അല്ലെങ്കിൽ എക്യുപ്മെൻസിൻ്റെ ചാർജോ ഒന്നും ഇല്ലാതെ അവർ നമ്മളെ വീട്ടിൽ വന്നിട്ട് ഫിറ്റ് ചെയ്തിരിക്കും. 3 മാസത്തെ ചാർജ് അഡീഷണൽ ആയിട്ട് പേ ചെയ്യണം, അതായത് അഡ്വാൻസ് ആയിട്ട് 3 മാസത്തെ പേ ചെയ്യണമെന്ന് മാത്രമേ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 3 മാസത്തെ പൈസ അടച്ചിട്ടാണ് ഞാൻ ഈ കണക്ഷൻ എടുത്തത്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ എന്തൊക്കെ എക്യുപ്മെൻസാണ് വരുന്നത് നോക്കാം. അവരൊരു ഔട്ട്ഡോർ യൂണിറ്റ്, ഇതാണ് ഔട്ട്ഡോർ യൂണിറ്റ് വരുന്നത്. ഇത് 5G സിഗ്നൽ ക്യാപ്ചർ ചെയ്യാനുള്ള ഡിവൈസാണ്, റിസീവറാണ്. ഇത് ടവറിന് നേരെ അവർ തിരിച്ചു വെക്കും. അതിൽ നിന്നൊരു ലാൻഡ് കേബിൾ താഴേക്ക് വരും, ഒരു വൈറ്റ് ലാൻഡ് കേബിൾ. ഇത് മാത്രമേ വരുന്നുള്ളൂ. ഈ വീഡിയോ എൻ്റെ കൂടെ കാണുന്ന ബ്ലാക്ക് കേബിൾ എൻ്റെ പഴയ DTHനാണ്, അത് ഇതുമായിട്ടൊരു ബന്ധമില്ല. ഇതിൽ നിന്നൊരു ലാൻഡ് കേബിൾ മാത്രമാണ് ഈ റിസീവറിന് താഴേക്ക് വരിക. ഇനി താഴെ നമുക്ക് ആ വന്ന കേബിളാണത്, ആ വന്ന ലാൻഡ് കേബിൾ. ഇത് നേരെ വന്നിട്ട് ഇങ്ങനെ ഡിവൈസിലേക്ക് ഈ സ്പ്ലിറ്റർ ഡിവൈസിലേക്ക് വരും. ഈ സ്പ്ലിറ്റർ ഡിവൈസ് അടിയിൽ കാണുന്ന അതാണ് ഇപ്പോൾ വന്ന ലൈന്, അതൊരു ലാൻഡ് കേബിളാണ്. ലാൻഡ് പോർട്ട്, അവിടെ ലാൻഡ് പോർട്ട് അതിൽ കയറും. ഇനി ഈ സ്പ്ലിറ്റർ ഡിവൈസിൻ്റെ ഈ അറ്റത്ത് ഇതൊരു പവർ കേബിളാണ്. ഇത് നേരെ ജസ്റ്റ് പ്ലഗിലേക്ക് പോയിട്ട് പവർ ചെയ്യുക. അതുപോലെ തന്നെ ഈ സ്പ്ലിറ്ററിന് ഒരു ഔട്ട് ഉണ്ട്, അതാണ് മേലെ കാണുന്ന കേബിൾ, ആ തടിച്ച കേബിൾ, അത് ഒരു ഔട്ടാണ്. ആ ഔട്ട് തന്നെ മേലോട്ട് വരുമ്പോൾ അത് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യും, ഒരു ലാൻഡ് കേബിളായിട്ടും ഒരു പവർ അഡാപ്റ്ററായിട്ടും. അത് നേരെ നമ്മൾ മോഡത്തിലേക്ക് പോകും. അല്ല, ലാൻഡ് കേബിൾ അവിടെ കണക്റ്റാവും. ഇതിൻ്റെ തൊട്ടടുത്ത് ഏറ്റവും അറ്റത്ത് കാണുന്നത് അത് നേരെ വന്നിട്ട് പവർ കേബിൾ ഉണ്ടോ, പവർ കേബിളായിട്ട് അവിടെ അറ്റത്ത് അതിനെ മോഡത്തിനെ പവർ ചെയ്യുകയും ചെയ്യും. പിന്നെ അപ്പുറത്തെ സൈഡിൽ നമുക്ക് കാണാം ലാൻഡ് കേബിൾ, അത് ഈ മോഡത്ത് നിന്നുള്ള ഔട്ടാണ്. അത് മോഡത്ത് നിന്നുള്ള ഇൻ്റർനെറ്റ് നേരെ താഴേക്ക് വരിക എന്ന് പറഞ്ഞാൽ സെറ്റ് ടോപ്പ് ബോക്സിലേക്കാണ് ആ കേബിൾ വരുന്നത്. കേബിൾ നേരെ താഴെ നമ്മുടെ സെറ്റ് ടോപ്പ് ബോക്സിലേക്ക് വരും. അതായത് ജിയോയുടെ ഈ സെറ്റ് ടോപ്പ് ബോക്സ് വർക്ക് ചെയ്യുന്നത് ഇൻ്റർനെറ്റിലാണ്. അപ്പോൾ ഇത് നേരെ ഈ ഇൻ്റർനെറ്റ് മാത്രമേ ഉള്ളൂ. വേറെ നമ്മുടെ സാധാരണ സെറ്റ് ടോപ്പ് ബോക്സിന് വേണ്ടി ഡിഷിലേക്കോ അല്ലെങ്കിൽ കേബിൾ കണക്ഷനൊന്നുമില്ല. നേരെ ലാൻഡ് കേബിളാണ്. ലാൻഡ് കേബിൾ നേരെ ഇൻ്റർനെറ്റ് നേരെ ഈ സെറ്റ് ടോപ്പ് ബോക്സ് വരും. അവിടുന്ന് ഒരു HDMI പോർട്ട് വരുന്നുണ്ട്, ടി വിയിലേക്ക് പോകും. പിന്നെ അതിൻ്റെ പവർ കേബിൾ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൽ ഇതാണ് പെൻ ഡ്രൈവ് കണക്ട് ചെയ്ത് നമുക്ക് സിനിമയൊക്കെ കാണാം. അത് സാധാരണ ഇപ്പോൾ എല്ലാ സെറ്റ് ടോപ്പ് ബോക്സിനും വരുന്ന പോലെ ആ ഒരു ഫീച്ചർ ഇതിലും ഉണ്ട്. ഇത്രയാണ് അതിൻ്റെ ഒരു മെയിൻ യൂണിറ്റുകളെല്ലാം വരുന്നത്. ഇതാണ് എൻ്റെ റിമോട്ട് വരുന്നത്. ഇതിൽ കുറേ സിംഗിൾ സ്വിച്ചുകളൊക്കെ ഉണ്ട്, അതായത് നെറ്റ്ഫ്ലിക്സിനും യൂട്യൂബിനും ഹോട്ട്സ്റ്റാറിനൊക്കെ സിംഗിൾ സ്വിച്ചുകളുണ്ട്. പിന്നെ ജിയോയുടെ Jio TV Plus ഒരു സിംഗിൾ സ്വിച്ച് ഉണ്ട്. ഇതിൽ ഇതാ വരുന്നത് നമുക്ക് ഇതിലിപ്പോൾ Jio TV Plus, ജിയോ സിനിമ, ഹോട്ട്സ്റ്റാർ ഇപ്പോൾ ഒറ്റ ആപ്പായിട്ടുണ്ട്, ജിയോ സാവന്, പിന്നെ ഇതുപോലെ കുറേ ആപ്പുകളുണ്ട്, OTT ആപ്പുകൾ വരുന്നുണ്ട്. ജിയോ സിനിമ വരുന്നുണ്ട്, നെറ്റ്ഫ്ലിക്സ്, ആമസോൺ നെറ്റ്ഫ്ലിക്സും പ്രൈമും ഇപ്പോൾ പ്ലാനില്ല. ഞാൻ അടുത്ത ബേസിക് പ്ലാനില്ല. സോണി ലൈവ്, സൺ നെക്സ്റ്റ്, ഡിസ്കവറി പ്ലസ്, ഇതെല്ലാം പ്ലാനുള്ളതാണ്. ഇത്രയും ആപ്പുകളാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ സ്പീഡ് ടെസ്റ്റ് നോക്കാം. ഇത് ഞാൻ മൊബൈലിലാണ് ഇപ്പോൾ വൈഫൈ കണക്ട് ചെയ്ത് ഇതിൻ്റെ സ്പീഡ് ടെസ്റ്റ് എടുക്കും. 30 MB പ്ലാനായിരുന്നു ഞാൻ ചൂസ് ചെയ്തത്, ബേസിക് പ്ലാന് ഫോർ 590. ആ ഒരു പ്ലാനിൽ 30 MB സ്പീഡ്, ഏകദേശം ഓൾമോസ്റ്റ് എനിക്ക് 30 എടുത്ത് ഒരു 28 എന്തായാലും മൊബൈലിൽ ഇപ്പോൾ എനിക്ക് ഈ സ്പീഡ് കിട്ടുന്നുണ്ട്. ഇതാണ് മൊബൈലിൽ എനിക്ക് കിട്ടുന്ന സ്പീഡ്. ഇനി നമുക്ക് എൻ്റെ പി സിയിൽ ഞാൻ വൈഫൈ കണക്ട് ചെയ്തിട്ട് കിട്ടുന്ന സ്പീഡ്, പി സിയിൽ കണക്ട് ചെയ്ത് കിട്ടുന്ന സ്പീഡ് നമുക്ക് അതുകൂടി ടെസ്റ്റ് ചെയ്യാം. രണ്ടും വൈഫൈ ആണ്, ലാൻ വഴിയല്ല, വൈഫൈ വഴിയാണ് കണക്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ എത്ര സ്പീഡ് കിട്ടുന്നത്. പിന്നെ മൊബൈലിൽ ഞാൻ സ്പീഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ TV വെച്ചിട്ടുണ്ടായിരുന്നില്ല, TV ഓഫായിരുന്നു. ഇപ്പോൾ ഞാൻ TV ഓണാണ്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, TV ഓൺ ആകുമ്പോൾ ഇതിൻ്റെ സ്പീഡ് കുറയുന്നുണ്ട്. മൊബൈൽ നമുക്ക് 30 MB 28 കിട്ടിയിരുന്നത് 24-25 ആണ് ഇപ്പം. 25 ആണ് ഇപ്പം കമ്പ്യൂട്ടറിൽ കിട്ടുന്നത്. TV ഓണാകുമ്പോൾ കുറച്ചൊരു സ്പീഡ് കുറയുന്നുണ്ട്. ഞാൻ പലപ്പോഴും അത് ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ വൈകിട്ട് ഒരു 7 മണിക്ക് ശേഷം സ്പീഡ് നന്നായി കുറയുന്നുണ്ട്. ചിലപ്പം മൊബൈലിലെ ചാനലുകൾ TVയിലെ ചാനലുകൾ ബഫർ ചെയ്യുന്നതും വരുന്നുണ്ട്. അങ്ങനെ ഞാൻ നോട്ടീസ് ചെയ്തിട്ടുണ്ട്. അതിന് എൻ്റെ മാത്രം എക്സ്പീരിയൻസ് ആണോന്ന് അറിയില്ല. ഇനി എന്തുകൊണ്ട് ഞാൻ ജിയോയുടെ ഈ ഒരു കണക്ഷൻ ഡിസ്കണക്ട് ചെയ്യുന്നുള്ള കാരണം പറഞ്ഞുതരാം. നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ഒരു സ്ക്രീനാണ് നിങ്ങൾ കാണുന്നത്, ജിയോ ലൈഫ് എന്നുള്ള സ്ക്രീന് വരും. ഇത് കഴിഞ്ഞ ശേഷം ഇങ്ങനെ ഒരു പരസ്യം വരും, ഹൈ വോളിയത്തിൽ ഇങ്ങനെ ഒരു പരസ്യം അങ്ങ് വരും. ഈ പരസ്യം നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ ഇത് സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഇതാ ഇപ്പം ഇനി സ്കിപ്പ് ചെയ്യാം.
അപ്പോൾ ഞാനിതാ ഈ ഒരു പരസ്യം സ്കിപ്പ് ചെയ്യാൻ പോകും. റിമോട്ട് സ്കിപ്പ് ചെയ്തു. ഈ ഒരു പരസ്യം സ്കിപ്പ് ചെയ്യുമ്പോൾ അടുത്ത പരസ്യം. ഇങ്ങനെ 3 പരസ്യങ്ങൾ കണ്ടു കഴിഞ്ഞ ശേഷം മാത്രമേ നമുക്ക് ഈ ചാനൽ കാണാൻ കഴിയൂ. 3 പരസ്യം സ്കിപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഞാനിതാ ജിയോയുടെ ഇത് വന്നിട്ട്. ഇനിയിപ്പോൾ അടുത്തൊരു കാരണം എന്താ വെച്ചാൽ ഇതിലിപ്പോൾ നമുക്ക് ലൈവ് ടി വി ഇല്ല, വർക്ക് ചെയ്യില്ല. പിന്നെയുള്ള ജിയോ ടി വി പ്ലസ് ഇതാ ഈ ആപ്പ് ഓപ്പൺ ചെയ്താൽ മാത്രമേ ഉള്ളൂ ചാനലിൻ്റെ നമ്പർ അടിച്ചാൽ ചാനൽ വരുള്ളൂ. അതായത് ഫസ്റ്റ് സ്ക്രീനിൽ ചാനലിൻ്റെ നമ്പർ അടിച്ചാൽ ചാനൽ വരില്ല. ഇപ്പോൾ ഞാൻ 18 മഴവിൽ മനോരമ നമ്പർ അടിച്ചു. മഴവിൽ മനോരമ വന്നു. മഴവിൽ മനോരമ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ലോഗോ വരും. ഇതൊന്ന് പ്ലേ ആവാൻ കുറച്ച് സമയം എടുക്കും. കാരണം ഇത് ഇൻ്റർനെറ്റിലൂടെ ഇവരുടെ ആപ്പ് വഴിയാണ് നമ്മൾ ചാനൽ കിട്ടുന്നത്. ഇപ്പോൾ മഴവിൽ മനോരമ വന്നു. ഇത് ഈ മഴവിൽ മനോരമ അടുത്ത ചാനലിൽ പോകണത് കണ്ടോ. അതിൻ്റെ ഇടയിൽ മലയാളം ചാനലിൻ്റെ ഇടയിൽ കുറേ ഇങ്ങനത്തെ അനാവശ്യ ഹിന്ദി ചാനലാണ്. ഇപ്പോൾ സി കേരളം കാണുക. സി കേരളം പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിയുടെ ആപ്പിൽ പോയി തുറന്നിട്ടാണ് ഈ സി കേരളം ചാനൽ വരിക. അതായത് നമ്മൾ ചാനൽ ലിസ്റ്റിൽ നിന്ന് സി കേരളം ഞാൻ സെലക്ട് ചെയ്തപ്പോൾ അത് സിയുടെ ആപ്പിലാണ് പോയി തുറക്കുന്നത്. ഇനി ഇത് പ്ലേ ആയി വരാനുള്ള ഒരു ഡിലേയും സമയമുണ്ട്. ഇപ്പോൾ സി കേരളം വന്നു. ഇനി സി കേരളത്തിൽ നിന്ന് നമുക്ക് വേറെ അടുത്ത ചാനൽ കാണാം. ഇത് മൊത്തം എക്സിറ്റ് ചെയ്തിട്ട് ബാക്കോട്ട് വന്നിരുതാ അവിടെ വന്നിട്ട് വേണം തിരിച്ചു വരാൻ. ഇതിൻ്റെ ഇടയിലും കുറേ ഹിന്ദി ചാനലുണ്ട്. ഇപ്പോൾ ഏഷ്യാനെറ്റ് കാണണം. ഏഷ്യാനെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതേപോലെ ഹോട്ട്സ്റ്റാറിൽ ജിയോ ഹോട്ട്സ്റ്റാറിൽ പോയിട്ടാണ് ഏഷ്യാനെറ്റ് ഓപ്പൺ ആവുക. ഇത് ഓപ്പണായി വന്നിട്ട് വേണം നമുക്ക് ഏഷ്യാനെറ്റ് കാണാൻ. ഇനിയിപ്പോൾ ഇവിടെ തിരിച്ചു വരണമെങ്കിൽ ഇത് ബാക്ക് അടിച്ചിട്ട് ഹോട്ട്സ്റ്റാർ എക്സിറ്റ് ചെയ്തിട്ട് വരണം. ഇങ്ങനെ ഏഷ്യാനെറ്റ് സണ്ണിൻ്റെ ചാനലുകൾ ഇതിനെല്ലാം നമ്മൾ ഇങ്ങനെ ആപ്പിലാണ് പോയി തുറക്കുക. ബാക്കിയുള്ള ചാനലുകൾക്ക് ഈ പ്രശ്നം വരുന്നില്ല. നമ്മൾ കാണുന്ന ഇത്തരം ചാനലൊക്കെ എടുത്ത് തിരിച്ച് വന്നിട്ട് ആപ്പ് പോയി തുറന്നിട്ട് തിരിച്ചു വരാം. ഇനിയിപ്പോൾ മഴവിൽ മനോരമ നമുക്ക് അടുത്ത ചാനലിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ഈ പ്രശ്നമില്ല. കൈരളിലേക്ക് വരാൻ അവർക്ക് ആപ്പില്ലാത്തതുകൊണ്ട് അങ്ങനെ ജസ്റ്റ് വരും. പിന്നെ ഇതിനിടയിൽ കുറേ ഹിന്ദി ചാനൽ വരും. നമുക്ക് അമൃത വന്നു. ഇതുപോലെ ഇതിൻ്റെ ഇടയിലൊക്കെ കുറേ ചാനൽ. ഇനി സൂര്യ മൂവീസ് എടുക്കണമെങ്കിലും നമ്മൾ ഇതേ സെയിം പ്രൊസീജിയറാണ്. സെയിം ആപ്പുകൾ പോയി തുറക്കണം, എന്നാൽ മാത്രമേ വരുള്ളൂ. ഇനി ഏഷ്യാനെറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ലോഗോ വന്നിട്ട് കുറച്ച് ഡിലേ എടുക്കും. ചില ചാനലുകൾക്ക് ഇങ്ങനെ ഡിലേ ഉണ്ട്. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് കൈരളി ന്യൂസിലേക്ക് വന്നു. ഈ മലയാള മനോരമയിലേക്ക് വരുമ്പോൾ ഇതേ പ്രശ്നം തന്നെ. ഈ ലോഗോ വന്ന് നിൽക്കും. ഇതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം. ഇനി വീട്ടിൽ പ്രായ ആളുകളൊക്കെയാണ് ടി വി ആണെങ്കിൽ ഒരിക്കലും ഞാൻ ഈ ഒരു സെറ്റപ്പ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യില്ല. അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ് ചാനൽ എടുക്കാൻ. ടി വി ഓണായിട്ട് പിന്നെ ആദ്യം തന്നെ നമുക്ക് ഈ പരസ്യങ്ങളെല്ലാം സ്കിപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ജിയോ ടി വി പ്ലസ് എടുത്തിട്ട് അതിൽ നിന്ന് വേണം നമുക്ക് ചാനൽ എടുക്കാൻ. പിന്നെ ഓരോ ചാനൽ എടുക്കുമ്പോഴും ഇതിപ്പോൾ ഏഷ്യാനെറ്റ്, സൂര്യ, സി ഇങ്ങനത്തെ ചാനലൊക്കെ എടുക്കുമ്പോൾ നമുക്ക് പിന്നെ അതിൻ്റെ ആപ്പിൽ നിന്ന് എക്സിറ്റ് അടിച്ച് വന്നിട്ട് ഇത് കാണണം. ഒരുപാട് ടൈം ഡിലേ ഉണ്ട്. അവർക്ക് എടുക്കാൻ വളരെ പ്രയാസമാണ്. അപ്പോൾ ഈ ഒരു സെറ്റപ്പ് ബോക്സ് ഞാൻ ഒരിക്കലും വീട്ടിൽ ഒരു പ്രായ ആളുകളൊക്കെ ടി വി ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാനിത് റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ജിയോ ഫൈബറിൻ്റെ 3 മന്ത് യൂസ് ചെയ്തതിന് ശേഷമുള്ള ഒരു റിവ്യൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടുതൽ വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബായ്.